ചില ഡ്രസ്സ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സ്നാപയോനൻ തന്റെ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. ഉടനടി സ്നാപയോനന്റെ ശിഷ്യന്മാർ രണ്ടുപേരും ഈശോയുടെ കൂടെ ചേരുന്നതും ഈശോയോട് അവർ ചോദിക്കുകയാണ്, റബ്ബി അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, വന്ന് കാണുക എന്ന് പറയുന്നതും ഈശോയുടെ കൂടെ അവർ ചെന്ന് താമസിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷഭാഗത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ വരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ, റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്. ഈശോ അവരോട് പറയുകയാണ്, വന്ന് കാണുക എന്ന് പറയുകയാണ്. അവർ ഉടനടി ഈശോയുടെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്ന് ഈശോ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈശോ താമസിക്കുന്ന സ്ഥലം അവർ ചെന്ന് കാണുമ്പോൾ ഈശോയുടെ കൂടെ വസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ല, ഇന്നത്തെ സുവിശേഷഭാഗത്തിലെ ഈ ശിഷ്യന്മാരുടെ പ്രവൃത്തി നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന വചനം ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഭവനത്തിൽ ഒരു ദിവസം അല്ലെ അന്യഭവനത്തിലായിരുന്ന വസ്തുക്കൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു നിമിഷം എത്ര അഭികാമ്യമാണെന്നൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ സുവിശേഷ ഭാഗവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. കാരണം എന്താണ്, ഈശോ വസിക്കുന്ന സ്ഥലം കാണുമ്പോൾ ആ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈശോയുടെ കൂടെ വസിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മളും ആഗ്രഹിക്കേണ്ടത് തന്നെയാണ്, ദൈവം വസിക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയും അവിടെ നമ്മൾ കുറച്ചു നേരം ഇരിക്കാനും സാധിക്കണം എന്നുള്ളതാണ് അല്ലെ. ദൈവം വസിക്കുന്ന ഇടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടവക ദേവാലയം, ദേവാലയത്തിനകത്ത് കുറച്ച് സമയം ഇതിന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു നിത്യാരാധന കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഒരു അല്പസമയം ഈശോയെ ആരാധിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈശോ വസിക്കുന്ന ഇടത്തേക്ക് ചെല്ലുവാനും ഈശോയോടൊപ്പം ഒരു അല്പസമയം ചെലവഴിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.